ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജനസേവ ഹെൽത്ത് ബ്ലോഗ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപ്ഷനിലുള്ള പോലെ തന്നെ ചെള്ള് ശല്യം, ചെള്ള് പേന്, പെറ്റ്സിൽ കാണുന്ന ചെള്ള് പേന്, ഇതിനെന്താ പരിഹാരം, ഇതിന് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്, അതിന് ഏതാ മരുന്ന്, ആ മരുന്ന് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഒരുപാട് തരത്തിലുള്ള മാർഗങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് എഫക്റ്റ് ആയിട്ടുള്ളൊരു മരുന്നിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. ആദ്യം ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് പെറ്റ്സിനെ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കുളിപ്പിക്കണം. കുളിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ വൃത്തിയായിട്ട് കുളിപ്പിക്കണം. ആ കുളിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സോപ്പ്, സാധാ സോപ്പൊന്നും പറ്റില്ല, അതിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സോപ്പ്, അതേപോലെ ഷാമ്പു, നല്ല എഫക്റ്റീവായിട്ടുള്ള ഷാമ്പുകളുണ്ട്. ഒന്ന് രണ്ട് ബ്രാൻഡുകൾ ഞാൻ പറയാം, അത് വാങ്ങി ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയണത്. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഷാമ്പു ഉണ്ട്, നോർമൽ റേഞ്ചിലുണ്ട്. ആദ്യം സോപ്പ് പറയാം, ടിക്ടോക്ക് സോപ്പ്. ഈ സോപ്പാകുമ്പോൾ നോർമൽ വാങ്ങിച്ചിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഇത് വേണമെങ്കിൽ ചെയ്യാം. റേറ്റ് നോക്കണവർക്കൊക്കെ അങ്ങനെ ചെയ്യാതെ 60 രൂപ 70 രൂപയേ ഉള്ളൂ. പിന്നെ വെൽവെറ്റ് ടച്ചിൻ്റെ ഈ സോപ്പൊക്കെ ആകുമ്പോൾ ഇത് ഒരു 100 രൂപ 110 രൂപ ആ റേഞ്ച് വരും. പിന്നെ നമ്മൾ ഹിമാലയുടെ എറീന ഷാമ്പു, എറീന EP ഷാമ്പു, ഇതുപോലെ ഒന്ന് രണ്ട് ഷാമ്പുകളുണ്ട്. പിന്നെ കുറച്ചുകൂടി എഫക്റ്റീവാണ് നമ്മുടെ പെറ്റ്ബൻ ഷാമ്പു. ഈ ഷാമ്പു ഇട്ടിട്ട് നന്നായി കുളിപ്പിച്ചതിന് ശേഷം ഒരു നല്ല കോട്ടൺ തുണിയിൽ വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കണം. അത് ആദ്യം അതിന് നന്നായിട്ടൊന്ന് തുടച്ച്, വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തോടു കൂടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് അതിന് വെള്ളത്തിനോട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായി വൃത്തിയിൽ കോട്ടൺ തുണിയിൽ നന്നായി തുടച്ചെടുക്കുക. അതിനുശേഷമാണ് നമ്മുടെ ഈ മരുന്ന് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണത് അമിട്രാസിന്റെ കോൺസെൻട്രേഷൻ ലിക്വിഡ്. അത് 6 ml ബോട്ടിലായിട്ടാണ് വരിക. ഈ 6 ml നിന്ന് നമ്മളൊരു 2 ml 1.5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നന്നായി കലർത്തിയ ശേഷം നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് പെറ്റ്സിന് നന്നായി തേച്ച് പിടിപ്പിക്കുക. മറ്റേ കാറ്റിനാകുമ്പോൾ കോൺസെൻട്രേഷൻ കുറവാക്കിയിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് വെയിലുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെയിൽ നിർത്തിയിട്ട് ഒന്ന് ക്ലിയറാക്കി ഒന്ന് വെയിലത്ത് നിർത്തിയിട്ട് ഒന്ന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പേനും ചെള്ളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഉപയോഗിക്കുക. പിന്നെ ഒരുപാട് സ്പ്രേകളുണ്ട്, അതുപോലെ സ്പ്രേകളാണെങ്കിൽ ഒരുപാട് സ്പ്രേ ഉപയോഗിക്കുക. ഒരുപാട് തരത്തിലുള്ള സ്പ്രേകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ന ബ്രാൻഡ്, ഇതിനുപോലത്തെ ബ്രാൻഡൊന്നും ഉപയോഗിക്കണം. നിങ്ങൾ ഈ കോൺസെൻട്രേഷനുള്ള ലിക്വിഡ് വാങ്ങി ഉപയോഗിച്ചാൽ മതി. ഒരുപാട് ബ്രാൻഡൊക്കെ ഉണ്ട്. പിന്നെ നോട്ടിക്സിന്റെ പൗഡർ, നോട്ടിക്സ് പ്രൊപ്പോക്സറിന്റെ 1% പൗഡർ, ഇന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് അത് പൊട്ടി കൊടുക്കുക, അത് ഒന്ന് ഇട്ട് കൊടുക്കുക, മൊത്തത്തിൽ ശരീരത്തിൽ ഇട്ട് കൊടുക്കുക, ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം. എല്ലാം ഇത് കുളിപ്പിച്ച് വൃത്തിയാക്കി, നമ്മളെ ഒന്നും ഇട്ട ശേഷം കുളിപ്പിക്കാനോ ഇതാക്കാനോ പറ്റില്ല. അതിന് മുമ്പ് തന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ വരുന്നതാണ് സെലാമെക്റ്റിന്റെ 12% സ്പോട്ടോൺ. ഇത് ഇന്ന ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, ഇതാണ് സ്പോട്ടോൺ. നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് 1 ml ഒരു ഇതായിട്ടാണ് വരിക. ഇതുപോലെ ഉണ്ടാകും. ഇത് ഉപയോഗിക്കേണ്ട രീതി, സ്പോട്ടോൺ ഉപയോഗിക്കേണ്ട രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തലയുടെ ഭാഗത്ത്, പെറ്റ്സിന് തലയുടെ ഭാഗത്ത് ഒന്ന് ഹെയർ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒരു 1-2 ഡ്രോപ്പ് ഒഴിക്കുക. അതേപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതുപോലെ ഒന്ന് മാറ്റിയിട്ട് അതുപോലെ ഒറ്റിക്കുക. പിന്നെ അതിൻ്റെ ബാക്കിൽ വാലിൻ്റെ ഭാഗത്ത് മൊത്തത്തിൽ അത്രയേ ഉണ്ടാവുള്ളൂ, ഒരെണ്ണത്തിന് ഉപയോഗിക്കാനുള്ള സ്പോട്ടൊന്നും ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വന്നിട്ട് ആദ്യം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു വെറ്റിനറി ഡോക്ടറിനെ കാണിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് ചെയ്താലും മതി. അല്ല, ഇത് മാർക്കറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇതൊന്നും സൈഡ് എഫക്റ്റ് ആയിട്ട് അങ്ങനെ വലുതായിട്ട് വരാനൊന്നുമില്ല ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഒരു വെറ്റിനറി ഡോക്ടറിന്റെ നമുക്ക് അവരുടെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്താലും നല്ലതായിരിക്കും. നമുക്ക് അറിയുന്ന രീതിക്ക് നമുക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്പോട്ടോണിനെ കുറിച്ചും അതേപോലെ ചെള്ളിനുള്ള മരുന്നുകളെ കുറിച്ചുമുള്ള ഡിസ്കഷൻ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നല്ല ഒരു കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ബൈ.